യെസ് ശങ്കു, നമ്മുടെ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, കക്കാൻ അറിയുന്നവർക്ക് നിൽക്കാൻ അറിയണം. ഇപ്പം നോക്കൂ, ഈ കട്ടവർക്ക് നിൽക്കാൻ അറിയില്ല. മാത്രമല്ല ഇതിൻ്റെ സാങ്കേതികത്വം അതാണ് സെന്തിൽനാഥ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കട്ട രീതി എന്തൊക്കെയാണ് എന്നൊക്കെ SITക്ക് മുമ്പിൽ കൃത്യമായിട്ട് പറയേണ്ടി വരും. പക്ഷേ ഈ 30 ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്താൻ പറ്റുമോ എന്നുള്ളതാണ്. നോക്കൂ ശങ്കു, ഈ മാഫിയയിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും? എന്താണ് താങ്കളുടെ ഒരു നിഗമനം? കാരണം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് ചിലരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് ഇതിൽ നമുക്ക് സംശയിക്കാവുന്നതല്ലേ. നമ്മൾ സംശയിക്കുന്നതെല്ലാം ശരിയായി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു പ്രതിപ്പട്ടിക തന്നെ കാണില്ലേ? നോക്കൂ, കക്കാൻ അറിയുന്നവർക്ക് നിൽക്കാനും അറിയാം എന്ന് തന്നെയാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ കാണിക്കുന്നത്. അവരുടെ ബുദ്ധിമോശം കൊണ്ടല്ല, അവരുടെ ദൗർഭാഗ്യം കൊണ്ടാണ് അവരിപ്പോ പിടിക്കപ്പെട്ടത്. ഹൈക്കോടതി ഈ കാര്യത്തിൽ യാദൃശ്ചികമായി ഹൈക്കോടതിയുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഴയ മഹസറുകൾ വിളിച്ചു വരുത്തിയ സമയത്ത് 2019 മഹസർ കണ്ടപ്പോൾ കോടതിക്ക് ഒരു സംശയം തോന്നി. കോടതി അന്വേഷണം ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇതിപ്പോ പുറത്തു വന്നത്. 6 കൊല്ലത്തിനിടയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയമോ ഇതുമായി ബന്ധപ്പെട്ട ഭക്തജന സമൂഹമോ തന്ത്രിയോ മറ്റാരെങ്കിലുമോ ഈ കാര്യം അറിഞ്ഞിരുന്നില്ല. നമ്മുടെ കൺമുന്നിൽ നടന്നിട്ടുള്ള ഒരു തിരിമറി നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല. അത് എങ്ങനെയാണ് അവർ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കൂ. ഓൾറെഡി സ്വർണം പ്ലേറ്റ് ചെയ്തിട്ടുള്ള സംഗതി ചെമ്പാണെന്ന് പറഞ്ഞുകൊണ്ടൊരു ഉത്തരവ് ഇറക്കുകയാണ്. ആ ഉത്തരവിൽ മഹസറിൽ പോലും ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ്സ് എന്നത് എഴുതാതെ പർപ്പസ്ഫുള്ളി മിസ്റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കോപ്പർ പ്ലേറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ഇപ്പോ ശബരിമലയിൽ നിന്ന് അന്ന് കൊണ്ടുപോയത് സ്വർണം പതിപ്പിച്ചിട്ടുള്ള പാളികളാണെന്ന് പറയാൻ പറ്റില്ല. ദേവസ്വത്തിന്റെ മഹസർ പ്രകാരം അന്ന് അവിടെ നിന്ന് കൊണ്ടുപോയത് ഒഫീഷ്യലി ബൈ റെക്കോർഡ് കോപ്പർ പ്ലേറ്റ്സ് ആണ്. ഇനി അത് സ്വർണമാണെന്ന് പറയാൻ പിന്നെന്താണ് തെളിവുള്ളത്? 1999 വിജയമല്യ സ്വർണം പതിപ്പിച്ച സമയത്ത് അത് റെക്കോർഡിലോ രജിസ്റ്ററിലോ രേഖപ്പെടുത്തിയിട്ടുള്ളതല്ലേ. ആ രജിസ്റ്ററോ റെക്കോർഡോ ഇപ്പൊ അവിടെ ഇല്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലമാന സംഗതികളും അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സെപ്റ്റംബർ 17 വിധിയിൽ തന്നെ പറയുന്നു, ഈ പറയുന്ന രജിസ്റ്ററുകൾ പർപ്പസ്ഫുള്ളി മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വിജിലൻസിന്റെ നേതൃത്വത്തിൽ ഈ 2 സ്ട്രോങ് റൂമുകൾ പരിശോധിച്ച സമയത്ത് പറയുന്നു, ഈ സ്വർണ്ണ സമ്പാദ്യത്തിന് യാതൊരു രേഖയും കണക്കുമില്ല. ചാക്കിൽ കെട്ടിയിട്ടുള്ള നിലയിലാണ് സ്വർണ്ണ നാണയങ്ങൾ അവിടെ വെച്ചിട്ടുള്ളത്. അടപ്പില്ലാത്തൊരു ആഭരണ പെട്ടിയുടെ ഉള്ളിൽ നിറച്ചു വെച്ച മാതിരിയിട്ടാണ് അവിടെ ആഭരണങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റോക്കും അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ നോക്കൂ, ഒരു കള്ളത്തരം നടത്തിയിട്ട് അതിനുശേഷമുള്ള കാര്യങ്ങൾ വെടിപ്പാക്കുക മാത്രമല്ല, അതിന് മുൻപേയുള്ള രേഖകൾ കൂടി മായ്ച്ചുകൊണ്ട് ഈ പോയത് സ്വർണമാണെന്ന് പറയാനുള്ള അവസരം കൂടി ഇല്ലാതെയാക്കിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഈ പറയുന്ന പോലെ ഈ 999 എന്ന് പറയുന്നത് വളരെ ദീർഘമായ വളരെ ചരിത്രപരമായിട്ടൊരു കാലമല്ലാത്തത് കൊണ്ടും അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പലരും ഇപ്പോഴും ജീവനോടെ ഉള്ളത് കൊണ്ടും അവർക്ക് നമുക്ക് മുന്നിൽ വന്ന് തെളിവ് തരാനും സാക്ഷി പറയാനും സാധിക്കുന്നത് കൊണ്ടും മാത്രമാണ് നമുക്ക് ഇപ്പൊ ഇത്രയെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 99 പകരം ഇത് 89-ലോ 79-ലോ ആണ് സ്വർണം പൂശിയിരുന്നെങ്കിൽ ഈ തെളിവ് തരാൻ ഒരു മനുഷ്യനിവിടെ ബാക്കിയില്ലെങ്കിൽ നമ്മൾ ഈ ചർച്ച പോലും നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ദൈവാധീനം കൊണ്ട് അന്ന് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പത്രങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ശബരിമലയിൽ ഇത്ര കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് മൊത്തത്തിൽ സ്വർണം പതിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തകൾ നമ്മുടെ അടുത്തുണ്ട്. അന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്. അന്ന് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിട്ടുള്ള വിദഗ്ധന്മാരുണ്ട്. അവരുടെ ഓർമ്മയും വളരെ ഭദ്രമായിട്ടിരിക്കുന്നുണ്ട്. അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് ദൈവാധീനം കൊണ്ട് അവർക്ക് അന്നത്തെ കാര്യങ്ങൾ ഓർമ്മിച്ചെടുത്ത് പറയാനും സാധിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് ഈ ചർച്ചയിലേക്കും നമുക്ക് ഈ പറയുന്ന അന്വേഷണത്തിലേക്കൊക്കെ പോകാൻ സാധിച്ചത്. അതല്ലാതെ ദേവസ്വത്തിന്റെ രേഖകൾ ഈ കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള തെളിവുകളും തരുന്നില്ല. 2019 2 മെഹസറുകൾ 19/7/2019 20/7/2019 ഈ 2 രേഖകളിലും കോപ്പർ പ്ലേറ്റ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്, ദ പർപ്പസ്ഫുൾ മിസ്റെപ്രസെന്റേഷൻ ഓഫ് ഗോൾഡ് പ്ലാനറ്റ് പ്ലേറ്റ്സ് ആസ് കോപ്പർ പ്ലേറ്റ്സ്. ഇത് തന്നെ ഡൂബിയസ് ആണ്. ഇത് എന്താണ്, വളരെ ബോധപൂർവം ഇവിടുന്ന് സ്വർണം അപഹരിക്കണമെന്ന് ഉദ്ദേശം വെച്ചുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോയതേ ചെമ്പാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല. നോക്കൂ, ഇതിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് ഞാൻ ഈ പറയുന്ന ചെമ്പുപാളികൾ കൊണ്ടേ സ്വർണം പൂശിക്കൊണ്ട് വരാമെന്നൊരു അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. പക്ഷെ ഈ അപേക്ഷ പരിശോധിക്കേണ്ടതും
അത് ശരിവെക്കേണ്ടതും അത് അനുവദിക്കേണ്ടതും ദേവസ്വം ബോർഡാണ്. ഈ പറയുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യേണ്ടത്, ഇയാൾ ഇത്തരത്തിലുള്ള എന്ത് പ്രവർത്തനം നടത്തി പരിചയമുള്ള ആളാണ്, ഇയാൾക്ക് എന്തെങ്കിലും നിലയിലുള്ള വിശ്വാസ്യതയുണ്ടോ, ഇതൊക്കെ പരിശോധിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് ഇയാളെ പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഇയാളുടെ കയ്യിൽ ഇത്രയും സാധനങ്ങൾ ഒറ്റയ്ക്ക് കൊടുത്തുവിടാൻ തീരുമാനിക്കുകയാണ്. ഒരു ദേവസ്വം ഉദ്യോഗസ്ഥൻ പോലും അയാളെ അനുഗമിക്കാതെ ഇത്രയും 42.5 കിലോ സാധനവും കൊണ്ട് നിങ്ങൾ ചെന്നൈ പോയിട്ട് പൂശിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഒരാളെ അങ്ങനെ വിട്ടിരിക്കുക ചെയ്തിരിക്കുന്നത്. ഇത് ഉണ്ണികൃഷ്ണൻ പോയിട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് ദേവസ്വം ബോർഡ് പറയുന്നൊരു സംവിധാനം പൂർണ്ണമായിട്ട് ഇയാളുടെ ഇന്റൻഷൻ എന്തായിരുന്നോ ആ ഇന്റൻഷനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ട് അയാൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇയാൾ ഇത് മടക്കി കൊണ്ടുവന്ന സമയത്ത് ഇത് അളക്കാതിരുന്നത് ആരാണ്? ഇത് അളക്കേണ്ടത് ആരായിരുന്നു? തൂക്കേണ്ടത് ആരായിരുന്നു? കോടതി പറയുന്നുണ്ട്, രണ്ടാമത് കൊണ്ടുവന്ന സമയത്ത് ഇത് തൂക്കിയിട്ടില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ്. ഇത് തൂക്കേണ്ടത് തിരുവാഭരണ കമ്മീഷനായിരുന്നു. അത് തൂക്കാതിരുന്നത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള സാധനമല്ല തിരിച്ചു വന്നത് എന്ന് ആർക്കും മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇത് ഉണ്ണികൃഷ്ണൻ പോയിട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി 2, ഈ കൊണ്ടുവന്ന സാധനം പഴയ പീഠത്തിൽ ഉറക്കുന്നില്ല. പഴയ ഈ പറയുന്ന പൂശിയിട്ടുള്ള പീഠത്തിൽ ഉറക്കുന്നില്ല. കാരണം എന്താ? ചെമ്പുപാളിയും പീഠവും രണ്ട് പ്ലേറ്റുകളാണ്. മറ്റേത് പുതുക്കി ഉണ്ടാക്കിയപ്പോ പഴയ കണക്കിൽ ഇത് ഒപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ഈ പീഠം തന്നെ മിസ്സിംഗ് ആയി. പീഠം എന്താണ് ഈ പറയുന്ന മറ്റേ സ്ട്രോങ് റൂമിൽ എവിടെയെങ്കിലും ഉണ്ടാകാം എന്നൊരു അനുമാനമാണ് 2025 വരെ നമ്മുടെ അടുത്തുണ്ടായിരുന്നത്. കാരണം ഇത് പീഠത്തിൽ ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ സമയത്ത് പീഠം അവിടെ എടുത്തു കളഞ്ഞു. എന്നിട്ട് മാത്രം ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് മാത്രം സ്വർണം പൊതിഞ്ഞാൽ മതി, പീഠം തൽക്കാലം സ്വർണം ഇല്ലാണ്ട് ഇരുന്നോട്ടെ എന്ന് തീരുമാനിച്ചു. അപ്പൊ നോക്കൂ, ഇത് വളരെ ബോധപൂർവം ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ കൂടി അറിവോടും പങ്കാളിത്തത്തോടും കൂടി നടന്നിട്ടുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന്റെ ഒരു മേൽനോട്ടവും ഇതിന്റെ നേതൃത്വം ഒക്കെ വഹിച്ചിട്ടുള്ളത്. പക്ഷെ അയാളെ കൊണ്ടുവന്നത് മുതൽ അയാൾക്ക് ഇതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ലാഭത്തിന്റെ പങ്ക് പറ്റിയതിൽ വരെ കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്കാളിത്തം ഉണ്ട്. ഇത് താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഓഡിറ്റിൽ വരാതിരുന്നത്? എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ പോയത്? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കാണാതായത്? എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ തന്നെ ഈ കാര്യത്തിൽ കബളിപ്പിച്ചത്? ഇതൊക്കെ പോട്ടെ, ഇയാൾ ഇത്രയും വലിയ കളവ് നടത്തി ദുരമാറണ്ടേ? ഒരു 50 വർഷത്തേക്കോ 100 വർഷത്തേക്കോ വേണ്ട സമ്പാദ്യം നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? 6 കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും ഇതേ സാധനം പ്ലേറ്റ് ചെയ്യാൻ അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ തന്നെ പ്ലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ദേവസ്വം ബോർഡ് അങ്ങോട്ട് കത്തയക്കുകയാണ്. ഇത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ സമ്പാദ്യമുള്ള ദേവസ്വം ബോർഡ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കോൺമാനിന് ഒരു അപേക്ഷ അയച്ചിരിക്കുകയാണ്. എന്താണ്? അങ്ങയുടെ പേരിലാണ് ഇതിന്റെ വാറന്റി കാർഡ് ഉള്ളത്, അതുകൊണ്ട് അങ്ങ് വിചാരിച്ചാൽ മാത്രമേ ഇതിന്റെ കേടുപാടുകൾ തീർത്തു തരാൻ പറ്റുള്ളൂ. അങ്ങനെ തീർക്കുമ്പോൾ കുറച്ച് സ്വർണത്തിന്റെ കുറവുണ്ടായിട്ടുണ്ട്, ആ സ്വർണം നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കാൻ തയ്യാറാവണം. 10 ഗ്രാം സ്വർണം നിങ്ങൾ സ്പോൺസർ ചെയ്യണമെന്ന് അയാളോട് ആവശ്യപ്പെടുകയാണ്. മഹാമനസ്കനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അത് സമ്മതിക്കുകയും വീണ്ടും ഇത് കൊണ്ടുപോകാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇത് കോടതിയുടെ ഭാഗത്ത് ഇങ്ങനെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മളൊന്നും ഇത് അറിയാനേ പോകുമായിരുന്നില്ല. ഞാൻ പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാത്രമല്ല, ഇതിനെ ഒരു ഇടതുപക്ഷ സർക്കാർ എങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിൽ പ്രചാർ ഗോപാലകൃഷ്ണന്റെ കാലാവധി വെട്ടിച്ചുരുക്കിക്കൊണ്ട് പുതിയൊരു സംവിധാനത്തെ കൊണ്ടുവന്ന് ഇതെങ്ങനെ തങ്ങളുടെ കൈക്കീഴിലാക്കി എന്നുള്ള ഒരു ചരിത്രം, ആ ടൈം ലൈൻ പരിശോധിച്ചാൽ ധാരാളം പേരുകൾ നമ്മുടെ മുന്നിലേക്ക് വരും. 2 തവണ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ഒരാളെ ചട്ടവിരുദ്ധമായിട്ട് പ്രായ കൂടുതലായിട്ടും കോടതിയുടെ ഉത്തരവിന് വിരുദ്ധമായിട്ട് വീണ്ടും കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ ശ്രമിച്ചതും അയാൾക്ക് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോകേണ്ടി വന്നപ്പോ ചരിത്രത്തിൽ ആദ്യമായിട്ട് കമ്മീഷണർ ആയിരുന്ന ആളെ ദേവസ്വം ബോർഡ് മെമ്പറാക്കി മാറ്റിയതും എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. CPM-ന്റെ പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ ബോംബ് എന്ന പേര് വെച്ച് വിളിക്കപ്പെടുന്ന ഒരാള് ദേവസ്വം ബോർഡ് മെമ്പർ ആയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കേരളത്തിലെ ഒരു IPS ഉദ്യോഗസ്ഥന്റെ അച്ഛൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആള് ദേവസ്വം ബോർഡിൽ എടുത്തുകൊണ്ട് നടത്തിയുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരേണ്ടതുണ്ട്. അതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ അയ്യപ്പസ്വാമിയായിട്ട് പുറത്തു കൊണ്ടുവരും തന്നെയാണ് എന്റെ വിശ്വാസം.